ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നല്ലൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പടവലങ്ങയും ഉണക്ക ചെമ്മീനും ചേർത്തിട്ടുള്ള ഒരു അടിപൊളി തോരനാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണിത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ പിടി ഉണക്ക ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തലയും വാലും അതുപോലെ അതിൻ്റെ വശത്തുള്ള നാര് പോലുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ കളഞ്ഞ ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ നമുക്ക് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 3 ചെറിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ സവാളയുടെ 1/4 ഭാഗമാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 ഉണക്കമുളകും പടവലങ്ങയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് നിറച്ചും പടവലങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന പടവലങ്ങ ഒരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഉണക്ക ചെമ്മീനും ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളവുമാണ് ഞാനിപ്പോൾ ചേർത്തത്. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതിലിപ്പോൾ ഒരല്പം ഈർപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തുറന്ന് തന്നെ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പടവലങ്ങയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും 3 ചെറിയ അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും തേങ്ങയുമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഏകദേശം 1/2 കപ്പിനടുത്താണ് തേങ്ങ ചേർത്തത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒരു തോരൻ്റെ പരുവത്തിൽ അരച്ചെടുക്കാം. ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതാവും നല്ലത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടാണ് ചേർക്കേണ്ടത്. ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ തേങ്ങയുടെ കൂട്ടിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരുന്ന പടവലങ്ങയും ഉണക്ക ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു നാടൻ തോരൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കൂടി തന്നാൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലെ ഈർപ്പമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്